എന്നുള്ളതാണെന്നുള്ളത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ആ പേര് എന്നോട് ഇട്ടിട്ടുണ്ട്. എനിവേ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ഈ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. നേരത്തെ അനുഭവം പറഞ്ഞ പോലെ തന്നെ ഇതൊരു പണ്ടറടങ്ങിയ സാധനമാണ്. എന്താണെന്നുള്ളത് നമുക്കും അറിയില്ല. എല്ലാ പടങ്ങളിലും ഉണ്ട്. 35 പടങ്ങളാണ് ഒരു വർഷത്തിൽ അഭിനയിക്കുന്നത്. എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10-12 അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ബട്ട് ഹിസ് പ്രസൻസ് ഇസ് എ വെരി വെരി പോസിറ്റീവ്. ഞാൻ ഇവനെ കൊച്ചുനാൾ തൊട്ട് കാണുന്നതാണ്. വീട്ടിൽ വന്നിരുന്നിട്ട് കഞ്ഞിയും കുടിച്ചുകൊണ്ട് ടിവിയുടെ മുമ്പിൽ ഇരുന്നിരുന്നത്. ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ മനസ്സിൽ നിന്ന് തന്നെ പറയുന്നു, എല്ലാ സിനിമകളും ഹിറ്റാവട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു മൈ ഡിയർ കബി. നിങ്ങളെല്ലാവരും ഇത് കേട്ടും കാണാം. സിനിമയെല്ലാം നല്ലതായിരിക്കട്ടെ. എല്ലാവരും ഇത് കാണുക, വിജയിപ്പിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. വെൺതാരം പോ നീ എന്തേ അകലെ നിൽപ്പൂ. ഇനി എടുത്താൽ എത്തത്തില്ല. അത് കാണാനുള്ള ആധാരം. എന്തായാലും ഒരുപാട് സന്തോഷം. സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സാധാരണ ധ്യാൻ അപ്പൊ എന്തായാലും ഈ പടത്തില് മനോജ് പാലോടാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. നമ്മള് സജി സുരേന്ദ്രന്റെ അസോസിയേറ്റ് ആയിരുന്നു. ഒരുപാട് കാലം കൊണ്ട് അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഇതിനകത്തൊരു നല്ലൊരു വേഷം എനിക്ക് തന്നു. അനുവേട്ടന്റെ സുഹൃത്തായിട്ട് തന്നെ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ധ്യാനായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം അവൻ അവിടെ നശിപ്പിച്ചവൻ, ഞാൻ അവനോട് കൂടിയിട്ടില്ല. ഇപ്പൊ ഇതിന്റെ ചെറിയൊരു ഫാമിലി ഇഷ്യൂസ് ഒക്കെ അവൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താ അല്ല, ഞാൻ അത് പറഞ്ഞില്ലല്ലോ. അപ്പൊ കണ്ടിട്ടുള്ളവർ അങ്ങനെയൊന്നുമില്ല. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും ഈ രവീന്ദ്ര നീ എവിടെ എന്ന സിനിമ. കാരണം ഇപ്പോൾ ഹരിഹരൻ സാറ് ആക്ടറാണ് ധ്യാൻ. ഒരു ആക്ടർ എന്നതിലുപരി ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി അത് ചില്ലറ കാര്യമൊന്നുമല്ല, എളുപ്പമല്ല അത് ഉണ്ടാക്കുന്നത്. അതാണ് സ്റ്റാർഡം എന്ന് പറയുന്നത്. ധ്യാൻ്റെ സ്റ്റാർഡം ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഓൺ സ്ക്രീൻ അവൻ കുറച്ചുകൂടി മൂത്ത് അവനത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും. വന്നതുമില്ല. പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനിലുണ്ട്. എനിക്ക് തോന്നുന്നു 4ാമത്തെ സിനിമയാണ് അബാമുമായിട്ട്. അബാം ഷീ ടാക്സി തുടങ്ങി, ഷീ ടാക്സി ചെയ്തു, കനൽ ചെയ്തു, മരട് ചെയ്തു. ഇതെല്ലാം തന്നെ സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കാത്ത സിനിമകളാണ്. ഇതും അങ്ങനെ തേങ്ങാപ്പുറത്ത് വീഴുന്ന പോലെ വീഴണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ സ്റ്റേജിൽ ഉള്ളത്. ഒപ്പം ഈ സിനിമയെ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് മീഡിയ തന്നെയാണ് വിത്തിൻ ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ സിനിമയുടെ പേര് പോലും എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് മുന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷെ ഈ സിനിമ ഇത്രയധികം വൈറലാക്കാൻ, ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ നിൽക്കുന്ന ക്യാമറ കണ്ണുകൾ ചെറുതായ ഒരു സഹായമല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങളോട് അകമഴിഞ്ഞ നന്ദി. ഒപ്പം ഈ സിനിമയിലെ ചില ടെക്നീഷ്യൻസിന്, എസ്പെഷ്യലി ഇതിൻ്റെ സിനിമറ്റോഗ്രഫി ചെയ്ത മഹാദേവൻ തമ്പി. നമ്മളെപ്പോഴും ഒരു സിനിമ വരുമ്പോൾ എൻ്റെ സംവിധായകനെ, പ്രൊഡ്യൂസറിനെ, നായകനെ വെച്ചിട്ട് നമ്മളെ വിടും. മഹാദേവൻ തമ്പി വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമറ്റോഗ്രാഫറാണ്. അപ്പോൾ അയാളെയും ഈ സിനിമയുടെ വിജയം അല്ലെങ്കിൽ ഈ സിനിമയുടെ വരും വരായികൾ നല്ലൊരു ഉയരത്തിലേക്ക് എത്തിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സിയാൻ ശ്രീകാന്ത് എഡിറ്റർ, ഒരു ബഞ്ച് ഓഫ് ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രയത്നമാണ്. എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. ശരിക്കും പേഴ്സണൽ ആയിട്ടുള്ള ഇതുള്ള ആൾക്കാരായതുകൊണ്ട് പറയുകയാണ്. മനോജ് ഓഫ് കോഴ്സ്. സോ താങ്ക് യു സോ മച്ച്. ഞാൻ അതുപോലെ അസീസ് പുള്ളി മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് 13-ാം തീയതി പൊതുവെ പിന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഹോട്ടലുകളിലെ റൂമൊക്കെ ആണെങ്കിലും കുറച്ച് നോക്കിയത് എടുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ടിട്ട് പൊതുവെ ഡിമാൻഡ് കുറവാണ്. പുള്ളിക്ക് മാത്രമേ അതുകൊണ്ട് ഡിമാൻഡ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട്
അതൊരു വളരെ നല്ല കാര്യം. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ ഡേറ്റ് എന്ത് 12-ാം തീയതി വെക്കണോ 13-ാം തീയതി വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. എനിക്കത് അറിയാവുന്നതാണ്. അപ്പം ധ്യാനിന്റെ ഒരു ഡേറ്റ് ഉണ്ട്. ധ്യാനിന് ഒരു തമിഴ് സിനിമയിൽ പോയി അഭിനയിക്കുകയാണെങ്കിൽ പെർ ഡേ 5 ലക്ഷം രൂപ കിട്ടുന്ന ഒരു കാര്യമുള്ളതുകൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് സഹകരിച്ചു കൊടുത്താണ്. അപ്പോൾ അതുകൊണ്ടിട്ട് വീണ്ടും 13-ാം തീയതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പം എബ്രഹാം ചേട്ടന് 12-ാം തീയതി തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പം എബ്രഹാം ചേട്ടന് അത്യാവശ്യമായിട്ട് ബോംബെക്ക് പോകേണ്ട വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും റിക്രൂട്ട്മെന്റിന്റെ ഒരു വലിയ ബിസിനസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതല്ല, അപ്പോൾ അവിടെ നിന്ന് മകളെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അന്ന് അനൂപേട്ടൻ എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, കാരണം ലാൽ സാറിനെക്കാളും മമ്മൂക്കയെക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് മേനോനായിരുന്നു. സത്യമല്ല? സത്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? കാരണം അനൂപേട്ടൻ അന്നൊരു പാക്കേജ് ആയിരുന്നു എൻ്റെ അറിവിൽ. കാരണം റൈറ്റിംഗ് പ്ലസ് ലൈക്ക് ബാക്കിലുള്ള ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാം അനൂപേട്ടനത് നോക്കിക്കോളും. കാരണം എനിക്കൊന്ന് ഡേവിഡ് കോളിയതിന്റെ കാര്യം അനൂപേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു, അതിന്റെ ഇരട്ടി തുകയ്ക്ക് വിൽക്കുന്നു. അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ്സിനെ മനസ്സിലാക്കി. കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി. അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോൾ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്ത് ചെയ്യുന്നു ഇപ്പൊ എന്താ? ഞാൻ പറഞ്ഞു അനുവേട്ടന്റെ പാത പിന്തുടരുന്നു. കാരണം അപ്പൊ അനുവേട്ടനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ള സമയത്ത് നമ്മൾ ആ സമയം വെച്ച് കഴിഞ്ഞാൽ കാടടച്ച് വെടിവെക്കുക, അതിലൊരു 1-2 കൊള്ളും. ആ കൊള്ളു കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു 10 സിനിമയും കൂടെ കിട്ടും. അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം. അനൂപ് മേനോൻ എന്ന് പറയുന്ന നടനെ ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ.